ലൈവിനകത്ത് കുറെ നേരമായി നീറി പോഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഷാനവാസ് ഈ കഴിഞ്ഞ 3 ദിവസം നൈറ്റ് ടാസ്കിന്റെ സമയത്ത് ഗാർഡൻ ഏരിയയിൽ ഉറക്കം അഭിനയിച്ച് മറ്റ് മത്സരാർത്ഥികളെ പറ്റിച്ചു എന്നുള്ളൊരു പ്രശ്നം. RJ ബിൻസിയും അപ്പാനി ശരത്തും അക്ബറും അങ്ങനെ അവരുടെ ആ ഒരു ഗ്യാങ് ഫുള്ള് ഒട്ടം കൂടി നിന്ന് ഷാനവാസിനെതിരെ സംസാരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ലൈവിനകത്ത്. ഷാനവാസ് ഒരു ആക്ടറാണ്, നമുക്കറിയാം. ഉറക്കം അഭിനയിക്കാൻ സ്വാഭാവികമായിട്ടും പുള്ളി അറിഞ്ഞിരിക്കണം, കാരണം അത് ജോലിയുടെ ഭാഗമാണ്. പക്ഷെ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് രാത്രി ഫുള്ള് ഉണർന്നിരിക്കാൻ എന്താണ് പുള്ളിയെ കൊണ്ട് എന്നാ പറ്റത്തില്ലേ? സിമ്പിൾ കാര്യമാണ്. ബിഗ് ബോസ് ഹൗസിനകത്തുള്ള പുള്ളിയുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ ഒരു രാത്രികളെ അതിജീവിക്കുക എന്നുള്ള ഒരു കേസ് എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. സ്ട്രെയിറ്റ് എവിക്ഷനിലേക്ക് പോകുന്ന ഒരു ടാസ്ക് ആണ് ഇത്. അപ്പൊ ആ സമയത്ത് ഏതൊരാളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം ഇത്തിരി സാക്രിഫൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ ഷാനവാസ് ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം അഭിനയിച്ചു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഉറക്കം അഭിനയിച്ചെങ്കിൽ തന്നെ അതിനകത്ത് എന്താണ് തെറ്റ്? ഷാനവാസ് അവിടെ കളിച്ചത് ഒരു ഗെയിമാണ് കളിച്ചത്. അങ്ങനെയാണെങ്കിൽ ഉറക്കം അഭിനയിക്കുകയാണ് ഷാനവാസ് ചെയ്തതെങ്കിൽ അവിടെ കളിച്ചത് ഒരു ഗെയിം തന്നെയാണ്. ഇവരെ പറ്റിച്ച് ഷാനവാസ് ആ രാത്രികളെ അതിജീവിക്കുകയായിരുന്നു. പിന്നെ അക്ബറിന്റെ ഔദാര്യത്തിൽ ഷാനവാസ് തിരിച്ചകത്തേക്ക് കയറി എന്നൊരു നരേറ്റീവ് പുറത്തേക്ക് വിടാൻ വേണ്ടിയാണ് അക്ബർ എന്ന ഷാനവാസിനെ സേവ് ചെയ്തത്. അത് പറഞ്ഞ് ഷാനവാസിന്റെ കൂടെ ഒരു വാഗ്വാദത്തിലും ഏർപ്പെടണമായിരുന്നു അക്ബറിന്. അതാണ് അക്ബർ ആ ഒരു കാര്യം എടുത്തിട്ട് വീണ്ടും ഷാനവാസിന്റെ മുഖത്ത് പഴിചാരി ഒരു ഫൈറ്റിനായിട്ട് മുതിർന്നത്. ഇപ്പൊ കൂടെ ലൈവില് അപ്പാനിയുടെ അടുത്തിരുന്ന ശരത്ത് അത് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു നരേറ്റീവ് വിടാൻ വേണ്ടിയാണ്, ഔദാര്യത്തിലാണ് കയറിയത് എന്നുള്ള ഒരു നരേറ്റീവ് പുറത്തേക്ക് വിടാൻ വേണ്ടിയാണ് എന്നുള്ളത്. അക്ബർ അത് കളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന്റെ ഗെയിം പ്ലാൻ ആണ്. അത് മണ്ടത്തരമാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ഇതിനകത്ത് ഇപ്പം ഷാനവാസ് ഉറക്കം അഭിനയിച്ചോ ഉറങ്ങിയോ എന്നുള്ളത് എന്താണ്? അതിൻ്റെ അകത്ത് എന്താണ് ഒരു പോയിന്റ് എന്താണ് അതിൻ്റെ അകത്തുള്ളത്? എങ്ങനെ പോയാലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഷാനവാസിനെ അകത്തോട്ട് കൊണ്ടുവന്നു. അതിപ്പോ ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഷാനവാസ് അവിടെ ഉറക്കം അഭിനയിച്ചാണോ ഉറങ്ങിയായിരുന്നോ എന്നുള്ളതിനൊന്നും ഒരു രീതിയിലുള്ള പ്രസക്തിയും ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അപ്പോൾ എന്തിനാണ് ഈ RJ ബിൻസിയും എല്ലാവരും ഇത്രയ്ക്ക് കാര്യം പറഞ്ഞ് പുള്ളിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നുള്ളത് മനസ്സിലാവുന്നില്ല. മേ ബി പുള്ളി സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഷാനവാസിനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിച്ച് ഷാനവാസിനെ ടാർഗറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുന്നത്. 2 ദിവസം മുമ്പ് അനീഷ് ആയിരുന്നു ഇവരുടെയൊക്കെ ടാർഗറ്റ്. ഇവർ ഗ്രൂപ്പ് കളിച്ച് ഓരോരുത്തരായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അനീഷ് ഒരു ടാർഗറ്റ് അല്ല എന്ന് മനസ്സിലാക്കി ഇവര് ഷാനവാസിന്റെ പുറകെ കൂടിയതായിരിക്കാം ചിലപ്പോൾ. എന്തായാലും അപ്പാനി ശരത്തും അക്ബറും ടീംസും ഒക്കെ നല്ല വെറുപ്പിക്കലാണ്. ഇവരുടെ ഒരു ഗ്രൂപ്പ് കളി തന്നെ നല്ല രീതിയിലുള്ള ഒരു വെറുപ്പിക്കലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് അങ്ങോട്ട് പിടിക്കുന്നില്ല ഇവരുടെ ഈ ഒരു ഗ്രൂപ്പ് കളി.